എല്ലാവർക്കും നമസ്കാരം. സാക്ഷി ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആടാം പാടാം എന്ന പ്രോഗ്രാം ഇരു കൈയും നീട്ടി സ്വീകരിച്ച നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് ചടയമംഗലം സ്വദേശിയും MGHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മാളവികയാണ്. മാളവിക കലോത്സവത്തിൽ മിമിക്രി, മോണോ ആക്ട്, പദ്യം ചൊല്ലൽ, നാടകം, സംഘനൃത്തം ഇതിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വ്യക്തിയാണ്. നാടകത്തിൽ സബ് ജില്ലയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ മോണോ ആക്ട് മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് A ഗ്രേഡും നേടിയിട്ടുണ്ട്. നെട്ടേത്തറ കാർത്തികയും റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുന്ന ശ്രീ സജിയുടെയും അധ്യാപികയായ രാഖിയുടെയും മകളാണ് മാളവിക. കലാവാസനയിൽ സഹോദരിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സഹോദരൻ ഋഷികേഷ് ഇപ്പോൾ BTechന് പഠിക്കുന്നു. അപ്പോൾ ആടാം പാടാമിലൂടെ ഇനി നമുക്ക് മാളവികയുടെ കലാവാസന എന്താണെന്ന് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ സാക്ഷി ടിവിയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും കൂടുതൽ അറിവുകൾക്കുമായി സാക്ഷി TV ഫോളോ ചെയ്യുക. നന്ദി. ഞാൻ കുഞ്ഞിലേ മുതൽ തന്നെ ഇങ്ങനെയുള്ള ഡാൻസ്, പാട്ട് ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി തന്നെയാണ്. എന്നെ പഠിപ്പിച്ചതും അതിൻ്റെ കോറിയോഗ്രഫി എല്ലാം ചെയ്തത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് അതേ സപ്പോർട്ട്, പിന്നെ എനിക്കും ആ സപ്പോർട്ട് നൽകിയത് എൻ്റെ ഫാമിലി ഫുൾ. അച്ഛൻ, അമ്മുമ്മ, അപ്പൂപ്പൻ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും എനിക്ക് അതേ സപ്പോർട്ട് തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിന്ന് എൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത്. എനിക്ക് കിട്ടിയത് ഈ 2 ട്രോഫിയും മോണാക്ടിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തതിന് തുടർന്ന് കിട്ടിയതാണ്. ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോണ ആ സമയത്ത്, അതായത് ജില്ല കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഈ മോണാക്ടിൻ്റെ കറക്ഷൻസും അത് കുറേ കൂടെ മെച്ചപ്പെടുത്തി എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട്, അതായത് മെച്ചപ്പെടുത്താനും കുറേ കൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയതും അഭിലാഷ് സാറാണ്. വെഞ്ഞാറമൂടിലെ അഭിലാഷ് സാറാണ് എനിക്കതിനെ സഹായിച്ചത്. സാറാണ് കുറേ കൂടെ അതിനെ മെച്ചപ്പെടുത്തിയതും, ഇങ്ങനെ ചെയ്യണം, അത് കുറേ കൂടെ നല്ലതാകും എന്നൊക്കെ പറഞ്ഞതും. അപ്പോൾ സാറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ലഹരിക്കിരയായി അരുംകൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദന ദാസിലൂടെ ഞാൻ ഡോക്ടർ വന്ദന ദാസ്. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും. ലഹരി ഇല്ലാതാക്കിയത് എന്റെ സ്വപ്നങ്ങളായിരുന്നു. എന്റെ മാത്രമല്ല, അച്ഛന്റെ, അമ്മയുടെ, ഒരു നാടിന്റെ തന്നെ സ്വപ്നങ്ങളായിരുന്നു. അന്ന് ഞാൻ ഇറങ്ങിയപ്പോ ലേറ്റായി. അമ്മേ, ഞാൻ ഇറങ്ങുവാ. മോളെ നന്ദു, ദേ ഈ പാലും കൂടെ കുടിച്ചിട്ട് പോയേ, അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ? ഓ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഡ്യൂട്ടി ചേഞ്ച് ആകുവാ, എനിക്ക് നേരത്തെ എത്തണം. അച്ഛാ, നമുക്ക് ഇറങ്ങാം. എന്റെ പൊന്നമുക്കിലേ, ഇനി നന്ദൂട്ടി ഉടനെ ഒന്നും വരത്തില്ല കേട്ടോ. അന്ന് ഞാൻ ഇറങ്ങിയപ്പോ അറിഞ്ഞിരുന്നില്ല അതെന്റെ അവസാന യാത്ര പറച്ചിലായിരിക്കുമെന്ന്. അയാൾ ആ വന്ദീമിന്റെ വീട്ടിൽ അന്ന് ഇറങ്ങിയാ ഞാൻ നിങ്ങളെ വെച്ചേക്കത്തില്ല. തുറക്കാൻ. എടാ വന്ദീപേ, ഒന്നടങ്ങടാ. എടാ കണ്ണ, എത്ര നേരമായി നീ ഇതുവരെ പോലീസിനെ വിളിച്ചില്ലേ? എടാ ഒന്ന് വേഗം വാടാ, എനിക്കിനിയും ഇവന്റെ അക്രമം സഹിക്കാൻ വയ്യടാ. ഒന്ന് വാടാ. എവിടെയവൻ? ഹലോ സാർ, ഇവന്റെ ദേഹമാകെ മുറിഞ്ഞിരിക്കുക. എന്തോ കഴിച്ചിട്ടുണ്ട്. ഡ്രഗ്സ് ആണെന്ന് തോന്നുന്നു. സാർ എടുക്കാം, മെഡിക്കൽ എടുക്കാം. താലൂക്ക് ആശുപത്രിയിലല്ലേ?
ഓക്കെ സാർ. അന്നവർ പിടിച്ചപ്പോ എന്തുകൊണ്ട് കയ്യും കാലും കെട്ടിയിരുന്നില്ല? കെട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവനോടെ ഉണ്ടായിരുന്നേനെ. മരണം. ആ നിൽക്കുന്ന യുവ ഡോക്ടറിനെ കണ്ടോ? ഇപ്പോ എന്റെ കൂടെ യമപുരിയിലേക്ക് വരും. കാലഹരണപ്പെട്ട നിയമങ്ങളും നിയമവ്യവസ്ഥകളും കാരണം ആ കാപാലികൻ ആ കുട്ടിയെ എന്നോടൊപ്പം പറഞ്ഞയക്കും. ഡോക്ടർ, ഇവന്റെ മെഡിക്കൽ ഒന്ന് എടുക്കണം. വന്ദന, നമുക്ക് തട്ടം ചെയ്യണ്ട. സീനിയേഴ്സിനെ ആരെങ്കിലും വിളിക്കാം. ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? പോരാത്തേന് പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? വാ. എല്ലാത്തിനും കൊല്ലും. വന്ദന, ഓടി വാ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നിങ്ങൾ കണ്ടില്ലേ എന്റെ നിസ്സഹായ അവസ്ഥ? എത്ര പോലീസുകാർ, ഹോസ്പിറ്റൽ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചുകൂടായിരുന്നോ? ആർക്കെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചുകൂടായിരുന്നോ? ഡോക്ടർ വന്ദനാദാസിന് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കാൻ ഇടവരുത്തരുത്. ലഹരിക്കെതിരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാം. നന്ദി, നമസ്കാരം.